नमस्ते। आज की कक्षा में सबको स्वागत। കഴിഞ്ഞ ക്ലാസ് നമ്മുടെ കബീർദാസിനെ കുറിച്ചായിരുന്നു. കബീർദാസിൻ്റെ 5 ദോഹകൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് സൂർദാസാണ്. പ്രാചീനകാല കവി തന്നെയാണ്, കൃഷ്ണഭക്ത കവിയാണ്, കൃഷ്ണനെ ആരാധിച്ചിരുന്ന കൃഷ്ണൻ്റെ ഉപാസകനായിട്ടുള്ളൊരു കവിയാണ്. ജന്മന അന്ധനായൊരു കവിയെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊന്നും അതുപോലെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല. അതുപോലെ തന്നെ കീർത്തനങ്ങൾ ആലപിച്ചിരുന്നൊരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വ്രജഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു വല്ലഭാചാര്യനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണുള്ളത്. അത് സൂർസാഗർ എന്ന പേരിലാണ് അറിയുക. സൂർസാഗർ എന്നാണ് അതിൻ്റെ പേര്. അഷ്ടചാപ കവികളിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. പുഷ്ടിമാർഗ സമ്പ്രദായം അതിലും പ്രധാനപ്പെട്ട കവിയാണ്. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അതുപോലെ കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച്, ആ രസങ്ങൾ, വാത്സല്യ ലീല, അങ്ങനെ കൃഷ്ണഭക്തി, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുക കൃഷ്ണ ലീലകൾ, ബാല്യകാലത്തെക്കുറിച്ച്, അതുപോലെ മധുരയിലേക്ക് പോകുമ്പോൾ വിയോഗത്തെക്കുറിച്ച്, ഇതൊക്കെ സൂർദാസിൻ്റെ രചനയിൽ കാണാനായിട്ട് സാധിക്കും. ഭക്തികാലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. സൂർദാസ് നമുക്ക് നോക്കാം. सूरदास नोക്കാം. कवि परिचय. सगुण भक्ति शाखा के कृष्ण मार्गी भक्त सूरदास के संबंध में बहुत कम ख्यात हो सका है. ഭക്തികാലത്തിലെ സഗുൺ ഭക്തിധാരയിലെ കൃഷ്ണമാർഗി ശാഖയിലെ ഭക്തനായിട്ടുള്ള സൂർദാസിനെ സംബന്ധിച്ച് വളരെ കുറച്ചറിവ് മാത്രമേ നമുക്കുള്ളൂ. महाप्रभु वल्लभाचार्य के पौत्र गोकुलनाथ कृत 84 वैष्णवन की वार्ता तथा सूरदास कृत सुरसारावली और साहित्य लहरी के आधार पर आचार्य रामचंद्र शुक्ल ने इनका जन्म समय संवत 1540 और मृत्यु संवत 1620 स्वीकार की है. അപ്പോൾ ഇവിടെ മഹാപ്രഭുവായ വല്ലഭാചാര്യൻ്റെ പുത്രൻ, അതായത് സൂർദാസിൻ്റെ ഗുരുവാണ് വല്ലഭാചാര്യൻ. അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള ഗോകുൽനാഥ് രചിച്ച 84 വൈഷ്ണവൻ കി വാർത്ത എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സൂർദാസ് രചിച്ച സൂർസാരാവലി, അതുപോലെ തന്നെ സാഹിത്യലഹരി തുടങ്ങിയ രചനകളുടെ അടിസ്ഥാനത്തിൽ ആചാര്യ രാമചന്ദ്ര ശുക്ല് ഇദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1540, അതായത് ഇപ്പോഴത്തെ സൺ 1478 ജനിച്ചതെന്നാണ് പറയുന്നത്. അല്ല, മരണം എന്ന് പറയുന്നത് 1620, അതായത് 80 വർഷത്തോളം ജീവിച്ചു എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ 1589 എന്നാണ് പറയുന്നത്. ഏകദേശം 120 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് ഈ പുസ്തകങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത്. അതായത് മഹാപ്രഭു വല്ലഭാചാര്യൻ്റെ പൗത്രനായ ഗോകുൽനാഥ് രചിച്ച 84 വൈഷ്ണവൻ കി വാർത്ത, അതുപോലെ തന്നെ സൂർദാസിനെ രചിച്ച സൂർസാരാവലി, അതുപോലെ തന്നെ സാഹിത്യലഹരി തുടങ്ങിയ 2 രചനകളുടെ അടിസ്ഥാനത്തിൽ ആചാര്യ രാമചന്ദ്ര ശുക്ല് പറഞ്ഞത് അദ്ദേഹം 80 വർഷത്തോളം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കുച്ച് വിദ്വാൻ सूरदास का जन्म स्थान रेणुका क्षेत्र मानते हैं. കുറച്ച് പണ്ഡിതന്മാർ സൂർദാസിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് രൂണകഥ എന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് രേണുക ക്ഷേത്രമാണെന്ന്
പറയുന്നു. इनके माता पिता के संबंध में प्रामाणिक रूप से कुछ नहीं कहा जा सकता. ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മയെക്കുറിച്ചൊന്നും തെളിവുകളോടുകൂടി ഒരു പ്രൂഫോട് കൂടിയിട്ടൊന്നും നമുക്കൊന്നും പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇസ്കി ജാതി പർ ഭി മതഭേദ് ഹെ. അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. കുച്ച് വിദ്വാൻ ഇനെ ബ്രഹ്മഭാട്ട് തഥാ കുച്ച് സാരസ്വത് ബ്രാഹ്മൺ മാനത്തെ ഹേ. പൊതുവെ പറയുന്നത് സാരസ്വത ബ്രാഹ്മണനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് പണ്ഡിതന്മാരിവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ബ്രഹ്മഭാട്ട് എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടതാണ്. കുറച്ച് ആളുകൾ പറയുന്നത് സാരസ്വത ബ്രാഹ്മണൻ ജാതിയിൽപ്പെട്ടതാണ് സൂർദാസ് എന്നാണ് പറയുന്നത്. ഇസി തരह കുച്ച് വിദ്വാൻ ഇനെ വിവാഹിത और കുച്ച് അവിവാഹിത മാനത്തെ ഹേ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം അവിവാഹിതനാണെന്നാണ് പറയുന്നത്. इसी तरह सूरदास के अंधत्व को लेकर भी पर्याप्त मतभेद रहा है. ഇനി സൂർദാസിനെ കണ്ണ് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, ജന്മന അന്ധനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. ജന്മാന്ത് കവിദ്വാര सांसारिक पदार्थों का ऐसा सुंदर एवं मार्मिक चित्रण अलौकिक प्रतिभा अथवा भगवत कृपा से ही संभव है. ജന്മന അന്ധനായ ഒരു കവിക്ക് ഒരിക്കലും എഴുതാൻ പറ്റാത്ത പോലെയുള്ള അത്രയും സൗന്ദര്യ വർണ്ണനകളും നടത്താനായിട്ട് സൂർദാസിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് കണ്ണിന് കാഴ്ചയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സൗന്ദര്യത്തെക്കുറിച്ച് എഴുതാൻ പറ്റുക, അതേപോലെയാണ് ജന്മനാൽ അന്ധനായ നമ്മുടെ സൂർദാസ് എഴുതിയതെന്നാണ് പറയുന്നത്. सांसारिक पदार्थों को लेकर भी पदार्थों का ऐसा सुंदर एवं मार्मिक चित्रण अलौकिक പ്രതിഭ. അതായത് വളരെ കഴിവുള്ള ഒരാൾക്ക് മാത്രമാണ്, അതായത് കണ്ണ് കാണാതെ തന്നെ എഴുതണമെങ്കിൽ അത്രയും അലൗകികമായിട്ടുള്ള പ്രതിഭയുള്ള ഒരാളായിരിക്കണം. അതല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം അങ്ങനെ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ട് സൗന്ദര്യ വർണ്ണനകളൊക്കെ അദ്ദേഹം കണ്ണ് കാണാതെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അഭിപ്രായ വ്യത്യാസവും വരുന്നുണ്ട്. ഹസാരി പ്രസാദ് ദ്വിവേദി കാ മാനന ഹേ കി സൂർ ജന്മാത് നഹീ തെ. അതുകൊണ്ട് തന്നെ ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നുണ്ട്, ഇങ്ങനെ എഴുതുക കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, സൂർദാസ് ജന്മന അന്ധനായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഷായത് യേ ബാദ് മേ അന്ധേ ഹുയെ. ഒരു പക്ഷേ അദ്ദേഹം പിന്നീടായിരിക്കും അന്ധനായിട്ടുണ്ടാവുന്നത്. ജന്മന അന്ധനായിരുന്നില്ല എന്നാണ് കണക്കുകൂട്ടലെ. കാരണം അത്രയും മനോഹരമായിട്ട് സൗന്ദര്യ വർണ്ണനകൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രകൃതിക്ക് വിവിധ രംഗരൂപവും और बालकों तथा युवा युवतियों की विभिन्न सूक्ष्मतम मुद्राओं एवं चेष्टाओं का सूर ने जिस सूक्ष्मता से चित्रण किया है कोई अंधा व्यक्ति नहीं कर सकता. ഇപ്പോൾ പ്രകൃതിയിലെ വ്യത്യസ്തമായിട്ടുള്ള നിറത്തെയും രൂപത്തെയും അതുപോലെ കുട്ടികളേനെ ആയാലും യുവാക്കന്മാരെയും യുവതികളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ ആക്ഷനിൽ കൂടിയൊക്കെ സൂർദാസ് വളരെ സൂക്ഷ്മമായിട്ട് ഇവരെയൊക്കെ ചിത്രീകരിക്കാനായിട്ട് അവർക്ക് സൂർദാസിന് സാധിച്ചിട്ടുണ്ട്. അതായത് പ്രകൃതിയുടെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ, രൂപങ്ങൾ, കുട്ടികളായാലും യുവാക്കന്മാരായാലും യുവതികളായാലും വളരെ സൂക്ഷ്മമായിട്ടുള്ള മുദ്രകളും ചേഷ്ടകളും അടക്കം സൂർദാസ് വളരെ കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കോയി അന്ധ വ്യക്തി നഹീം കർ സക്ത. ഒരു അന്ധനായ വ്യക്തിക്ക് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. इतना स्पष्ट है कि संवत 1567 में गऊ घाट पर जब वे आचार्य वल्लभ से मिले थे और उनसे दीक्षा ग्रहण की थी तब वे अंधे थे. ഇത്തന സ്പഷ്ട ഹേക്കി. ഇത്രയും കാര്യങ്ങളാണ് സ്പഷ്ടമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് 1567 ഗൗഘാട്ടിൽ വെച്ച് വല്ലഭാചാര്യനെ കണ്ടുമുട്ടുകയും അവിടെ അദ്ദേഹത്തിൽ നിന്ന്
വിദ്യാഭ്യാസം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. തബ് വേ അന്തേത്തെ, അന്ന് അദ്ദേഹം അന്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെയാണ് ഗുരു വല്ലഭാചാര്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അന്ധനായിരുന്നു എന്നാണ് പറയുന്നത്. सूरदास घर बार छोड़कर गांव के बाहर पीपल के नीचे बैठकर शगुन विचार करते और भगवत भजन में लीन रहते. സൂർദാസ് വീടൊക്കെ ഉപേക്ഷിച്ച് ഗ്രാമത്തിൻ്റെ പുറത്ത് ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നല്ല ചിന്തകളൊക്കെ ആയിട്ട് ഭഗവാനെ ഭജിക്കുന്ന കാര്യത്തിൽ അവിടെ മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആൽമര ചുവട്ടിൽ आगरा और मदुरा के बीच गऊ घाट में निवास करते हुए इनकी भक्ति और गायन की ख्याति इतनी फैली कि मदुरा जाते समय स्वयं महाप्रभु इनसे मिलने आए. ആഗ്രയുടെയും മധുരയുടെയും ഇടയിൽ ഗൗഘാട്ടിൽ വസിച്ചുകൊണ്ട് ഭക്തി ഗീതങ്ങൾ പാട്ടുകളൊക്കെ അദ്ദേഹം പാടാൻ തുടങ്ങി. അതിൻ്റെ കീർത്തി ആകെ എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ആ സമയത്ത് മധുരയിലേക്ക് പോകുന്ന സമയത്ത് മഹാപ്രഭു വല്ലഭാചാര്യൻ സൂർദാസിനെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. മധുര ജാത്തേ സമയം സ്വയം മഹാപ്രഭു ഇൻസെ മിൽനെ ആയെ. അപ്പോൾ സൂർദാസിൻ്റെ ഖ്യാതി എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ കേട്ടറിഞ്ഞ് നമ്മുടെ മഹാപ്രഭു വല്ലഭാചാര്യ സൂർദാസിനെ കാണാനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. എവിടെയായിരുന്ന സമയത്ത് ആഗ്രയുടെയും മധുരയുടെ ഇടയിൽ ഗൗഘാട്ടിൽ വസിച്ചുകൊണ്ട് ഭക്തിഗീതങ്ങളൊക്കെ പാടി ഭജനയൊക്കെ നടത്തി ഇരിക്കുന്ന സമയത്ത് महाप्रभु वल्लभाचार्य की आज्ञा से श्रीनाथ जी के मंदिर में भजन कीर्तन करने लगे. അങ്ങനെ മഹാപ്രഭു വല്ലഭാചാര്യൻ്റെ നിർദ്ദേശം എന്തായിരുന്നു? ശ്രീനാഥിൻ്റെ മന്ദിരത്തിൽ പോയിരുന്ന അമ്പലത്തിൽ പോയിരുന്നിട്ട് ഭജനകൾ കീർത്തനങ്ങൾ ആലപിക്കണം എന്നുള്ളതായിരുന്നു വല്ലഭാചാര്യ പറഞ്ഞത്. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. യഹാം കി ഗായക് മണ്ഡലിമേ ഗായകത്തെ, അവിടുത്തെ ഗായകരുടെ ഗ്രൂപ്പിലെ ഗായകനായിരുന്നു. യേ അഷ്ടചാപ് കെ നാം സെ പ്രസിദ്ധ രഹേ ഹെ. ആ ഗ്രൂപ്പിലെ 8 കവികളുടെ ഒരു ഗ്രൂപ്പാണ് അഷ്ടചാപ് എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രസിദ്ധനായിരുന്നത് സൂർദാസാണ്. ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കവി അതിലെ സൂർദാസ് ആയിരുന്നു അഷ്ടചാപിലെ. ഇൻ സബ് മേ സൂർദാസ് കാ നാം സർവോപരി രഹാ ഹെ. ഈ കാര്യം, അതായത് 8 കവികളിലെ ഗണം, ആ ഗ്രൂപ്പിൽ സൂർദാസിൻ്റെ പേര് ഏറ്റവും മുകളിലായിരുന്നു. സൂർദാസ് മുഖ്യ രൂപ സേ സ്നേഹ്, വാത്സല്യ, മമത और പ്രേം കെ കവി രഹേ ഹെ. സൂർദാസ് പ്രധാനമായിട്ട് സ്നേഹത്തിൻ്റെ കവിയായിട്ട്, വാത്സല്യത്തിൻ്റെ കവിയായിട്ട്, മമതയുടെ കവിയായിട്ട്, പ്രേമത്തിൻ്റെ കവിയായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. വാത്സല്യ രസ് കാ തോ ഇനെ അവതാർ മാനാ ഗയാ ഹെ. വാത്സല്യ രസത്തിൻ്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. सूर जैसा बाल मनोविज्ञान का ज्ञाता एवं उस अनुभव ज्ञान को गीतों में साकार करने वाला अन्य कोई कवि नहीं है. ഇപ്പോൾ സൂറിനെ പോലെ, അതായത് കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ള, അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ കഴിവുള്ള വേറെ ഒരു കവിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അനുഭവജ്ഞാനക്കോ ഗീതോമേ സാകാർ കർണേ, പാട്ടുകളിൽ കൂടി അനുഭവജ്ഞാനത്തെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ചുള്ള അറിവൊക്കെ പാട്ടുകൾ മുഖേന അർത്ഥമുള്ളതാക്കി തീർക്കാൻ കഴിവുള്ള വേറെ ഒരു കവിയെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കില്ല. അത് സൂർദാസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഭ്രമർഗീത് ഇൻകാ സർവശ്രേഷ്ഠ വിരഹ് ഏവം ഉപാലംബ് കാവ്യ മാനാ ഗയാ ഹെ.
ഇതിലെ ഭ്രമർഗീത് എന്ന് പറയുന്നത് സൂർദാസിൻ്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിരഹത്തിൻ്റെ കവിതയായിട്ടാണ് അതിനെ, കാവ്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. सूरसागर, साहित्य लहरी एवं सूरसारावली इनकी काव्य रचनाएँ हैं. सूरसागर, സാഹിത്യ ലഹരി, സൂർസാരാവലി ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളാണ്. सूरदास की अक्षय कीर्ति का आधार सूरसागर है. സൂർദാസിൻ്റെ വളരെ അധികം കീർത്തി നേടാനായിട്ടുള്ള അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് സൂർസാഗർ എന്ന് പറയുന്ന രചനയാണ്. അപ്പോൾ सूरदास की സർവശ്രേഷ്ഠ രചന का नाम है सूरसागर. 3 രചനകളുണ്ട്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, അദ്ദേഹത്തിന് ഇത്രയും ഫേമസ് ആവാനായിട്ട് കാരണമായിട്ടുള്ള രചന എന്ന് പറയുന്നത് सूरसागराണ്. सूरसागर में 1.25 लाख पद थे, परंतु उपलब्ध सूरसागर में 5000 पद ही मिलते हैं. सूरसागറിന് 1.25 लाख पद थे, 1.25 ലക്ഷം പദങ്ങളുണ്ട്. परंतु उपलब्ध सूरसागर में 5000 पद ही मिलते. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള सूरसागर എന്ന് പറയുന്ന രചനയിൽ ഒരു 5000-ഓളം പദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. इसमें कुल 12 स्कंद अध्याय है. सूरसागറിൽ മൊത്തം 12 അധ്യായങ്ങളുണ്ട്. സ്കന്ത് അധ്യായങ്ങളുണ്ടെന്ന് പറയുന്നത്. सूर प्रेम के कवि है. सूर പ്രേമത്തിൻ്റെ കവിയാണ്. बच्चे का प्रेम, माता पिता का प्रेम, बच्चों का पारस्परिक प्रेम, बच्चे बच्चियों का प्रेम, युवक युवती का प्रेम, पालित अपालित पशु पक्षियों के प्रेम तथा प्रकृति प्रेम का चित्रण प्रस्तुत करने में सूरदास ने अपनी प्रतिभा का अनोख परिचय दिया है. അപ്പം ബച്ചയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹം, കുട്ടികളുടെ സ്നേഹം, അച്ഛനമ്മമാരുടെ സ്നേഹം, കുട്ടികളെ പരസ്പരമുള്ള സ്നേഹം, ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരുടെ സ്നേഹം, യുവാക്കന്മാർ യുവതികളുടെ സ്നേഹം, പാലിത പശുപക്ഷിയൊക്കെ, അതായത് നമ്മളെ പരിപാലിക്കുന്നതും പരിപാലിക്കുന്നതുമല്ലാത്തതായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുടെ സ്നേഹം, പ്രകൃതി സ്നേഹം തുടങ്ങിയവയുടെ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കുന്നതിൽ सूरदासिൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടാണ് പറയുന്നത്. सूर रूप के कवि है, सूर लीला के कवि है. सूर രൂപത്തിൻ്റെ കവിയാണ്. രംഗ് और रूप, പ്രകൃതിക്ക് രൂപ രംഗ്. അതുപോലെ തന്നെ सूर लीला के कवि है, ലീലയുടെ കവിയാണ്. रूप और लीला का मूल प्रयोजन सूरदास प्रेम को मानते हैं. രൂപത്തിൻ്റെ ലീലയുടെ മൂലപ്രയോജനം എന്ന് പറയുന്നത് सूरदास प्रेम को मानते हैं. सूरदास പ്രേമത്തെയാണ് അതിന് കണക്കാക്കുന്നത്. अतः प्रेम के अनेक रूप और रंग सूर के काव्य में मिलते हैं. അതുകൊണ്ട് പ്രേമത്തിൻ്റെ അനേക രൂപങ്ങളും നിറങ്ങളും അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ നമുക്ക് കിട്ടുന്നു. गऊ घाट पर रहते हुए ये विनय के पदों की रचना करके उन्हें गाया करते थे, जिनमें सगुण ब्रह्म की महत्ता और अपनी लघुता की बहुत ही भावप्रवण അഭിവ്യക്തി ഉന്നോനെ കീഹി. അപ്പോൾ ഗൗഘാട്ടിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. പറഞ്ഞാൽ അങ്ങനെ വിനയത്തിൻ്റെ പദങ്ങൾ രചിക്കുകയും അത് അദ്ദേഹം പാടുകയും ചെയ്തു. വിനയിക്ക പദം അതിൽ സഗുൺ അതായത് ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ അപ്പനെ ലഘുതാക്കി ബഹുത്ത് ഹി ഭാവപ്രൺ, നമ്മുടെ എളിമയെക്കുറിച്ച്, നമ്മൾ അത്രയും ചെറുതാണെന്നുള്ളതിൻ്റെ വ്യക്തമാക്കലും അദ്ദേഹത്തിൻ്റെ രചനയിൽ കാണാൻ സാധിക്കും. സഗുൺ ബ്രഹ്മ, പരമാത്മാവിന് മഹത്വം കൊടുക്കുക, നമ്മൾ സ്വയം ചെറുതാവുക. पुष्टि मार्ग में दीक्षित होने के बाद सूरदास ने जिन पदों की रचना की है उनके केंद्रीय विषय वात्सल्य, सख्य और माधुर्य प्रेम के अप्रतिम उदाहरण है. और माधुर्य प्रेम के अप्रतिम उदाहरण है. പുഷ്ടിമാർഗം, അതുപോലെ തന്നെ പുഷ്ടിമാർഗം സ്വീകരിച്ചതിന് ശേഷം, പുഷ്ടിമാർഗത്തിലും പ്രധാനപ്പെട്ട കവിയാണ് सूरदास. പുഷ്ടിമാർഗം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം പദങ്ങളാണ് അദ്ദേഹം രചിച്ചത്, അതിൻ്റെ എല്ലാം കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് വാത്സല്യമായിരുന്നു, സഖ്യഭാവമായിരുന്നു, മാധുര്യമായിരുന്നു.
ഇതെല്ലാമാണ് പ്രേമത്തിൻ്റെ മാധുര്യം. അതെല്ലാം അതിന് ഉദാഹരണമാണ്. അതിൻ്റെ ഒരു ലൈനാണ് വാത്സല്യ രസത്തിൻ്റെ അല്ലെങ്കിൽ സൂർദാസിൻ്റെ രചനയിൽ വാത്സല്യം അല്ലെങ്കിൽ ബാലലീലയെക്കുറിച്ചുള്ള വർണ്ണന പറയുകയാണെങ്കിൽ അതിൽ 2 ലൈനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ജസോദ ഹരി പാലേ ജൂലാവി ഹല്ലാവേ ദുല്ലാവേ മൽഹാവേ ജോയി സോയി കച്ചുഗാവേ മേരെ ലാലുക്കോ ആവോ നിന്ദരിയ. അപ്പോൾ അതിൽ 2 ലൈനാണ് വാത്സല്യ രസത്തിൻ്റെ കാണിക്കുന്നതാണ്. യശോദാമ്മ താരാട്ടുപാട്ട് പാടുന്ന ഒരു ഭാഗമാണത്. कृष्ण जब बड़े हो गए और शरारतें करने लगते हैं तब पकड़ जाने पर बहाने बनाते हैं. ഞാൻ കൃഷ്ണൻ വളർന്നു വലുതായി കുറുമ്പുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. പിടിക്കപ്പെടുമ്പോൾ അവനിതുപോലെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടും. മയ്യ അമോഹി മേ നഹി മാഖൻ കായോ ഗ്വാൽ ബാൽ ബൈർ പടേ ഹേ സബ് ബർബസ് മുക്കലപ്പെടായോ. അതുപോലെ വെണ്ണക്കെട്ട് തിന്നുന്നുണ്ട്. പക്ഷെ അവിടെ കൃഷ്ണൻ അമ്മയുടെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? എണ്ണ കട്ട് ചെയ്യല്ല, കട്ട് തിന്നല്ല ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? അത് ഗോപസ്ത്രീകൾ എണ്ണ അവനെ പിടിച്ചിരുത്തി മടിയിൽ ഇരുത്തി തിന്നാൻ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കൃഷ്ണൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് കുറുമ്പുകൾ കാണിക്കുമ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറുമ്പുകൾ കാണിക്കാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടാനായിട്ട് ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ ഒരു ഭാഗമാണത്. ബച്ചോം കെ പ്രതി ബഡോം കെ और बच्चों के प्रति बच्चों के सहज मानवीय प्रेम की जितनी यथार्थ और हृदयस्पर्शी अनुभूति सूर के काव्य में अभिव्यक्त हुई है उतनी सहज और व्यापक अनुभूति अन्यत्र उपलब्ध नहीं है. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. അതായത് കുട്ടികളോടുള്ള വലിയവരുടെ അതുപോലെ കുട്ടികൾ തന്നെ വളരെ സഹജമായിട്ടുള്ള സ്നേഹം, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭൂതി, അതെല്ലാം സൂറിൻ്റെ കാവ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വേറെ എവിടെയും നമുക്ക് ഇതുപോലെ അത്രയും വ്യാപകമായിട്ടുള്ള അത്രയും സാധാരണ രീതിയിൽ നമുക്ക് വേറെ എവിടെയും കാണാനായിട്ട് സാധിക്കില്ല. बच्चा कैसे बढ़ता पलता है, कैसे सोता जागता है, कैसे रूठता मचलता है, कैसे झूठ बोलता है, कैसे बहाने बनाता है, कैसे एक दूसरे से मिलकर नित नई शरारतें करते हैं, कैसे आपस में खेलता झगड़ता है. इनके एक से बढ़कर एक हज़ारों मनोहर चित्र सूरदास के बाल लीला के पदों में भरे पड़े हैं. ഇവിടെ പറയാണ് കുട്ടികൾ എങ്ങനെ വളർന്നു വലുതാവുന്നു, എങ്ങനെ അവർ ഉറങ്ങുന്നു, ഉണരുന്നു, എങ്ങനെ അവർ ദേഷ്യപ്പെടുന്നു, ബഹളം വയ്ക്കുന്നു, അതുപോലെ അവരെങ്ങനെ നുണ പറയുന്നു, അവരെങ്ങനെ എക്സ്ക്യൂസ് പറയുന്നു, അതുപോലെ തന്നെ ഒരാളും മറ്റൊരാളുമായിട്ട് സ്ഥിരമായിട്ട് കുറുമ്പ് കാണിക്കുന്നത്, എങ്ങനെ പരസ്പരം ഒരു കളിക്കുകയും വഴക്കൂടുകയും ചെയ്യുന്നു. എനിക്ക് എക്സെ ബഡ്കർ എക് ഹസാരം മനോഹർ, അതുപോലെ തന്നെ ഒന്നിലധികം ഇതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് മനോഹരമായ ചിത്രങ്ങൾ സൂർദാസിൻ്റെ ബാലലീല ശ്രീകൃഷ്ണൻ്റെ ബാലലീല അതിൻ്റെ പദത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളുടേതായിട്ടുള്ള അവർ വളർന്ന് വലുതാവുന്ന വരെയുള്ള കാര്യങ്ങൾ അത് വളരെ മനോഹരമായിട്ട് സൂർദാസ് ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. सूर काव्य में माधुर्य प्रेम का ही अत्यंत विशद और व्यापक रूप देखने को मिलता है. സൂർദാസിൻ്റെ കാവ്യത്തിൽ മാധുര്യ പ്രേമത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള വ്യാപകമായ രൂപം കാണാനായിട്ട് സാധിക്കും. बचपन से एक साथ खेलने कूदने वाले बालक बालिका जब बड़े हो जाते हैं तो उनमें आपस में कैशोर प्रेम की अनुभूति जगने लगती है. കുട്ടികളായിരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരുമിച്ച് കളിക്കുകയും തുള്ളിച്ചാടുകയൊക്കെ ചെയ്ത് നടന്നിരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ബാലകന്മാരും ബാലികമാരും വലുതായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പരസ്പരം ആ കൗമാരപ്രേമം അതിൻ്റെ അനുഭവങ്ങൾ മെല്ലെ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങുന്നു എന്ന് പറയുന്നു. इसकी बड़ी ही मनोहारी झांकी
हमें पनघट लीला, दान लीला, मान लीला, रास लीला, चिरहरण लीला और भ्रमर गीत प्रसंग में मिलती है. അപ്പോൾ ഇതിൻ്റെ എല്ലാം, അതായത് കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന പ്രണയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ പൻഘട്ട് ലീല എന്ന് പറയുന്ന, അതുപോലെ തന്നെ ദാൻ ലീല, മാൻ ലീല, രാസലീല, ചിരഹരൻ ലീല, ഭ്രമർ ഗീത് തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. संयोग वर्णन हो या वियोग वर्णन सुर काव्य की ये कोई क्षणिक घटना नहीं है, बल्कि प्रेममय जीवन की एक गहरी एवं प्रवाहमान धारा है, जिसमें डुबकियाँ लगाने वालों को दिव्य माधुर्य के अतिरिक्त और कहीं कुछ नहीं दिखाई पड़ता है. അതുപോലെ തന്നെ സംയോഗത്തിൻ്റെയും വിയോഗത്തിൻ്റെയും വിരഹത്തിൻ്റെയും വർണ്ണനകൾ സൂറിൻ്റെ കാവ്യത്തിൽ വളരെ ക്ഷണികമായിട്ട് വരുന്നൊരു സംഭവമല്ല. നേരെ മറിച്ച് പ്രേമം നിറഞ്ഞ ജീവിതത്തിൻ്റെ വളരെ ആഴത്തിലുള്ള, അല്ലെങ്കിൽ വളരെ ഒഴുക്കോടുകൂടിയ ഒരു പ്രവാഹമായിട്ടാണ് അതിന് പറയുന്നത്. അതിൽ മുങ്ങി തപ്പുകയാണെങ്കിൽ, ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ദിവ്യ പ്രേമത്തിൻ്റെ മാധുര്യം, ദിവ്യ മാധുര്യക്കതിരിക്ത്, അതിന് ദിവ്യ പ്രേമത്തിൻ്റെ മാധുര്യത്തിന് അപ്പുറത്ത് കഹിം കുച്ച് നഹിം ദിക്കായി വേറൊന്നും കാണാനായിട്ട് സാധിക്കില്ല. സൂർസാഗർ നിശ്ചയ ഹി ബാലചേഷ്ടാവും കാ വിശ്വകോശ് ഹേ. സൂർസാഗർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാലചേഷ്ടകൾ നിറഞ്ഞിട്ടുള്ള ഒരു വിശ്വകോശം തന്നെയാണ്, ഒരു ഡിക്ഷണറി തന്നെയാണ്. രസരാജ് ശൃംഗർ കാ ചിത്രം ലീലാപദം ഓർ ഭ്രമർഗീത് മേ ഹുവാ ഹേ. രസരാജ്, അതായത് ശൃംഗാര രസത്തിൻ്റെ ചിത്രീകരണം, വർണ്ണന ലീലാപദങ്ങളിലും അതുപോലെ ഭ്രമർഗീതിലും ഉണ്ടെന്ന് പറയുന്നത്. സൂർക്കി गोपियों का विरह इतना मार्मिक है कि प्रकृति भी उनके साथ रोती है. സൂർദാസിൻ്റെ ഗോപികമാരുടെ വിരഹ ദുഃഖം എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ്. അതേ മധുരയിലേക്ക് പോകുമ്പോൾ ഗോപികമാർ കരഞ്ഞ് ഒരുപാട് ഇതുണ്ടാക്കുന്നുണ്ട്. വിരഹ ദുഃഖം അവിടെ വളരെ വ്യക്തമായിട്ട് സൂർദാസിൻ്റെ ഇതിനെ കാണാൻ സാധിക്കും. പ്രകൃതി ബി ഉസ്കെ സാത്ത് രോത്തി. അപ്പോൾ ഗോപികമാരുടെ ആ വിരഹവേദനയ്ക്കൊപ്പം തന്നെ പ്രകൃതി പോലും അവിടെ ഗോപികമാരുടെ ഒപ്പം കരയുന്നു എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെ അവിടെ വിരഹത്തിൻ്റെ, ശ്രീകൃഷ്ണൻ അവിടുന്ന് പോകുമ്പോഴുണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഗോപികമാർ കരഞ്ഞ് വെള്ളപ്പൊക്കം വരെ ആവുന്ന അവസ്ഥയിൽ അത്രയും കരച്ചിൽ അവിടെ ഉണ്ടാകും. പ്രകൃതി പോലും അവിടെ കരയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂർദാസിൻ്റെ ചെറിയൊരു പരിചയപ്പെടുത്തലാണ്. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.